Welcome back to Bosco Campus Vision. This is the 33rd lecture of Web Design and Production for Business. Topic Frames. This comes under third module. First of all, we have to discuss what is frames. HTML frames are used to divide your browser window into multiple sections where each section can load a separate HTML document. A collection of frames in the browser window is known as a frame set. The window is divided into frames. In a similar way, the tables are organized, that is, into rows and columns. Frames allow you to divide the page into several rectangular areas and to display a separate document in each rectangle. Each of those rectangles is called a frame. The browser window is divided into two panes, showing a page with hyperlink in the left pane and content page in right pane. It is done with the help of a special option in HTML called frameset. The frameset and frame are the main tags of the creation of a frameset page. The frameset tag defines frame section and the frame tag specifies the pages to be loaded in each frame. അതായത് ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന നമ്മുടെ ബ്രൗസർ വിൻഡോയിൽ, അതായത് ഔട്ട്പുട്ട് കാണുന്ന വിൻഡോ, വെബ് പേജിൻ്റെ വിൻഡോയെ മൾട്ടിപ്പിൾ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രെയിംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എ കളക്ഷൻ ഓഫ് ഫ്രെയിംസ് ഇൻ ദ ബ്രൗസർ വിൻഡോ ഈസ് നോൺ ആസ് ഫ്രെയിം സെറ്റ്. അതായത് ഈ ഫ്രെയിംസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ പറയുന്നത് ഫ്രെയിം സെറ്റ്. അതായത് ഈ ഫ്രെയിംസ് അറേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിൾസ്, റോസും കോളംസും ആയിട്ട് ടേബിൾസ് അറേഞ്ച് ചെയ്യുന്നതിന് സെയിം ആണ് നമ്മൾ ബ്രൗസർ വിൻഡോയെ ഫ്രെയിംസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നത്. നമ്മളൊരു ഫ്രെയിം സെറ്റ് ടാഗ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം സെറ്റ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞ ടാഗും ഫ്രെയിം എന്ന് പറഞ്ഞ ടാഗുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഫ്രെയിം സെറ്റ് ടാഗ് ഡിഫൈൻ ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ആ ഫ്രെയിം സെക്ഷനെയും, അതുപോലെ തന്നെ ഫ്രെയിം ടാഗ് സ്പെസിഫൈ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞത് ആ പേജിൽ ഏത് പേജാണോ ലോഡ് ചെയ്യുന്നത്, ആ ഫ്രെയിമിൽ ഏത് പേജാണോ ലോഡ് ചെയ്യുന്നതെന്നുള്ളതുമാണ് ഫ്രെയിം എന്ന് പറഞ്ഞ ടാഗ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞ ടാഗും ഫ്രെയിം എന്ന് പറഞ്ഞ ടാഗും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ഫ്രെയിം സെറ്റ് വിൻഡോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എന്താണ് ഫ്രെയിം എന്ന് പറഞ്ഞത്? നമ്മുടെ ബ്രൗസർ വിൻഡോയെ മൾട്ടിപ്പിൾ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഫ്രെയിം എന്ന് പറയുന്നത്. ആ ഓരോ റെക്റ്റാങ്കിൾ ഷേപ്പിലിരിക്കുന്ന ആ ഓരോന്നിനെയും പറയുന്ന പേരാണ് ഫ്രെയിം എന്ന് പറയുന്നത്. And also the collection of frames in the browser window is known as a frame set. അപ്പോൾ ഏതൊക്കെ രണ്ട് ടാഗുകളായിരുന്നു നമ്മൾ ഫ്രെയിം സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞ ടാഗും സെക്കൻഡ് ടാഗ് എന്ന് പറയുന്നത് ഫ്രെയിം എന്ന് പറഞ്ഞ ടാഗും. ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞ ടാഗ് ഒരു കണ്ടെയ്നർ ടാഗാണ്. അതായത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉള്ള ടാഗിനെയാണ് നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞ ടാഗ് ഒരു കണ്ടെയ്നർ ടാഗാണ്. എങ്കിൽ ഫ്രെയിം എന്ന് പറഞ്ഞ ടാഗ് ഒരു കണ്ടെയ്നർ ടാഗ് അല്ല, എം ഡി ടാഗാണ്. എം ഡി ടാഗ് എന്ന് പറഞ്ഞാൽ ക്ലോസിങ് ഇല്ലാത്ത ടാഗുകൾ, ഓപ്പണിംഗ് മാത്രമുള്ള ടാഗുകളെയാണ് നമ്മൾ പഠിച്ചത്, എം ഡി ടാഗ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രോഗ്രാം എഴുതുമ്പം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഫ്രെയിം സെറ്റ് ടാഗ് എന്താണെന്നും അതുപോലെ തന്നെ ഫ്രെയിം ടാഗ് എന്താണെന്നും മനസ്സിലാക്കി വേണം നമ്മൾ ഫ്രെയിം സെറ്റിൻ്റെ പ്രോഗ്രാം എഴുതാനായിട്ട്. നമ്മളെല്ലാവരും വെബ്സൈറ്റുകളും വെബ് പേജും ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. നമുക്കറിയാം, ചിലപ്പം ഒരു സൈഡിൽ കണ്ടൻറ്റും മറ്റേ അപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ ഇമേജസ് ഒക്കെ കാണും. അതൊക്കെ ഈ ഫ്രെയിം സെറ്റ് ക്രിയേറ്റ് ചെയ്തേക്കുവാണ്. ചിലപ്പം ഏറ്റവും മുകളിൽ കുറേ കണ്ടൻസും അല്ലെങ്കിൽ കുറേ ടേബിൾസും ഒക്കെ കാണും. ചിലപ്പോൾ താഴെ അതിൻ്റെ കുറേ ഫിഗേഴ്സും അല്ലെങ്കിൽ കുറേ ഇമേജസും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ കോളംസ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് ചിലപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഹൈപ്പർ ലിങ്ക് കൊടുക്കുമ്പം, അതായത് ഇപ്പം എന്തെങ്കിലും എബൌട്ട് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കൊടുത്താൽ അത് നമുക്ക് റൈറ്റ് സൈഡിൽ പെട്ടെന്ന് ഓപ്പൺ ആവുന്നത്, ഇതൊക്കെ ഫ്രെയിം സെറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇനി വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രെയിംസ്? ദെയർ ആർ ഫ്യൂ ഡ്രോബാക്സ് വിത്ത് യൂസിങ് ഫ്രെയിംസ്, സോ ഇറ്റ്സ് നെവർ റെക്കമെൻഡഡ് ടു യൂസ് ഫ്രെയിംസ് ഇൻ യുവർ വെബ് പേജസ്. അപ്പം ഫ്രെയിംസ് യൂസ് ചെയ്യുമ്പോൾ കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. Some smaller devices cannot manage with frames often because their screen is not big enough to be divided up.
അതായത് നമ്മൾ ടാബിലും അതുപോലെ തന്നെ മൊബൈൽ ഡിവൈസസിലൊക്കെ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഫ്രെയിം സെറ്റ് എന്ത് ചെയ്യത്തില്ല, കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഫ്രെയിംസ് പലതരത്തിൽ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ സ്ക്രീൻ ചെറുതായതുകൊണ്ട് നമുക്കത് നല്ല രീതിയിൽ കാണാൻ പറ്റത്തില്ല. സെക്കൻഡ് എന്ന് പറയുന്നത് സംടൈംസ് യുവർ പേജ് വിൽ ബി ഡിസ്പ്ലേഡ് ഡിഫറൻ്റ്ലി ഓൺ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ഡ്യൂ ടു ഡിഫറെൻറ്റ് സ്ക്രീൻ റെസൊല്യൂഷൻ. അതായത് ചില കമ്പ്യൂട്ടേഴ്സിൽ അത് ഡിസ്പ്ലേ ആകുമ്പോൾ അതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് ചിലപ്പം നല്ല രീതിയിൽ അത് ഡിസ്പ്ലേ ആവണമെന്നില്ല. ചിലപ്പോൾ അത് ഡിഫറെൻറ്റ് ഫോർമാറ്റിലായിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. തേർഡ് വൺ ഈസ് ദ ബ്രൗസേഴ്സ് ബാക്ക് ബട്ടൺ മൈറ്റ് നോട്ട് വർക്ക് ആസ് ദ യൂസർ ഹോപ്സ്. അതായത് യൂസർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബാക്ക് ബട്ടൺ എന്താവത്തില്ല, വർക്ക് ആവത്തില്ല. ബാക്ക് ബട്ടൺ മീൻസ് നമ്മളൊരു ലിങ്ക് കൊടുത്ത് നമ്മൾ പ്രീവിയസ് പേജിലോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ 2 ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് ഒരു ഫ്രെയിമിൻ്റെ അകത്തായിരിക്കും ബാക്ക് ബട്ടൺ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ബാക്ക് ബട്ടൺ ചില സമയത്തിൽ ചില ബ്രൗസേഴ്സിൽ എന്താവത്തില്ല, വർക്ക് ആവത്തില്ല. നെക്സ്റ്റ് വൺ, there are still few browsers that do not support frame technology. അതായത് നമ്മൾ പറഞ്ഞു കോഡൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞ ശേഷം HTML കോഡെല്ലാം എഴുതി കഴിഞ്ഞ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏത് ബ്രൗസറാണോ നമ്മുടെ കമ്പ്യൂട്ടറിൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ചില ബ്രൗസേഴ്സ് ഈ ഫ്രെയിം എന്ന് പറഞ്ഞ ടെക്നോളജി സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പം നമുക്ക് നല്ല ഫോർമാറ്റിൽ അത് വർക്ക് ആവണമെന്ന് ഇല്ല. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, സം സ്മോളർ ഡിവൈസസ് കനോട്ട് മാനേജ് വിത്ത് ഫ്രെയിംസ് ഓഫൻ ബിക്കോസ് ദ സ്ക്രീൻ ഈസ് നോട്ട് ബിഗ് ഇനഫ് ടു ബി ഡിവൈഡഡ് അപ്പ്. Second one, sometimes your page will be displayed differently on different computers due to different screen resolution. Third one, the browser's back button might not work as users hopes. Last one, there are still few browsers that do not support frame technology. Next one is creating frames. To use frames on a page, we use frameset tag instead of body tag. The frameset tag defines how to divide the window into frames. The rows attribute of frameset tag defines horizontal frames and calls attribute defines vertical frames. Each frame is indicated by frame tag and it defines which HTML document shall open into the frame. അതായത് നമ്മൾ ഫ്രെയിംസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗായിരുന്നു ഫ്രെയിംസെറ്റ് ടാഗ് എന്ന് പറയുന്നത്. ആ ഫ്രെയിംസെറ്റ് ടാഗ് നമ്മൾ ബോഡി ടാഗിന് പകരമാണ് ഫ്രെയിംസെറ്റ് ടാഗ് ഉപയോഗിക്കുന്നത്. അതായത് ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രോഗ്രാമിൻ്റെ അകത്ത് എന്തെഴുതണ്ട, ബോഡി ടാഗ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ബോഡി ടാഗിന് പകരമാണ് നമ്മൾ ഫ്രെയിംസെറ്റ് ടാഗ് യൂസ് ചെയ്യുന്നത്. അത് എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. ബോഡി സെക്ഷൻ ഈസ് നോട്ട് നീഡഡ് ഫോർ എ ഫ്രെയിംസെറ്റ് പേജ്. ദ ഫ്രെയിംസെറ്റ് ടാഗ് ഈസ് ഗിവൺ ഡയറക്റ്റ്ലി ഇൻ ടു ദ HTML സെക്ഷൻ. അതുപോലെ തന്നെ ഈ ഫ്രെയിംസെറ്റ് ടാഗ് ആയിരിക്കും പറയുന്നത് നമ്മുടെ ബ്രൗസർ വിൻഡോ എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത്. അതായത് റോസ് ആയിട്ടാണോ കോളംസ് ആയിട്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഫ്രെയിംസെറ്റ് ടാഗിൻ്റെ അകത്താണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഫ്രെയിംസെറ്റ് ടാഗിൻ്റെ അകത്ത് നമ്മൾ റോസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് സ്പെസിഫൈസ് ദ ഹൊറിസോണ്ടൽ ഫ്രെയിംസ്. അതുകൂടാതെ ഈ ഫ്രെയിം സെറ്റിൻ്റെ അകത്ത് നമ്മൾ കോൾസ് COLS അതായത് കോളം എന്നുള്ളതിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കോൾസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ വെർട്ടിക്കൽ ഫ്രെയിംസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കോൾസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൊറിസോണ്ടൽ ഫ്രെയിമായിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടെങ്കിൽ റോസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടും വെർട്ടിക്കൽ ഫ്രെയിംസ് ആയിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, കോൾസ് പറഞ്ഞ ആട്രിബ്യൂട്ടും ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. Then what is a frameset tag? The frameset is the container tag for frameset definition. The frame section are defined within frameset and frameset tag pairs. The main attribute of the tag are calls and rows. The calls attribute determines of vertical frames in the frameset page. The column width of the frame is given in order to separate it by a comma. The width can be specified in pixels or in percentage of total window width. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രെയിംസെറ്റ് ടാഗിൻ്റെ അകത്താണ് നമ്മൾ
എന്ത് ചെയ്യുന്നത് ഫ്രെയിം എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഫ്രെയിംസ് ടാഗിൻ്റെ അകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം നമ്മുടെ ബ്രൗസർ വിൻഡോ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ താഴെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞേക്കുന്നത് നോക്കിയേ, കോൾസ് COLS എനിക്ക് കോളമായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കോൾസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. = വാല്യൂസ് കൊടുത്തേക്കുന്നത് ശ്രദ്ധിക്കണേ, ഞാൻ 3 കോളമായിട്ടാണ് എൻ്റെ ബ്രൗസർ വിൻഡോ ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തേത് 50% വെച്ച് ഒരു ലൈൻ വീഴുന്നു. അത് കഴിഞ്ഞ ശേഷം 20% കഴിഞ്ഞിട്ട് ഒരു ലൈൻ. അത് കഴിഞ്ഞ ശേഷം ആസ്ട്രിക്, അതായത് സ്റ്റാർ സിമ്പിളിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആസ്ട്രിക് എന്നാണ് പറയുന്നത്. ഈ ആസ്ട്രിക് സിമ്പിൾ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ബാക്കി റിമൈനിങ് നമ്മുടെ ബ്രൗസർ വിൻഡോ പോർഷൻസിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആസ്ട്രിക്. അതായത് 50% എടുത്തു, 20% എടുത്തു, ബാക്കി ഇനി എത്ര ഉണ്ടോ അത്രയും പോർഷൻസിനെ സ്പെസിഫൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ്ട്രിക് എന്ന് പറഞ്ഞ സിമ്പിൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഫ്രെയിം സെറ്റ് കോൾസ് = ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് 50%, പിന്നെ അടുത്തൊരു കോമ, 20%, കോമ, ആസ്ട്രിക്, ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്തു, ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് എന്താണ്, നമ്മുടെ ബ്രൗസർ വിൻഡോയെ കോളംസായിട്ട് 3 കോളംസായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ 50%, സെക്കൻഡ് വൺ 20%, ബാക്കി റിമൈനിങ് എത്ര ഉണ്ടോ അത്ര ഒരു പോർഷനായിട്ടൂടെ ഡിവൈഡ് ചെയ്യുന്നു. Today's assignment question is, what is a frame tag? Second question, explain frameset tag. First question, what is a frame tag and explain frameset tag.